പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലുള്ള ഓരോ തിന്മകളെയും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ധാരണകളെയും ഓരോ വ്യക്തികളും പലതരത്തിലാണ് അതിനെ അഭിസംബോധന ചെയ്യുന്നത്. ചിലവര് ഒരുപാട് ഒച്ച ഉണ്ടാക്കും, ചിലവര് അതിനെ ശക്തമായിട്ട് എതിർക്കും. എന്നാൽ ദൈവത്തിന്റെ ദാസരെ ഇതിനൊക്കെ എങ്ങനെയാണ് എതിർക്കേണ്ടത് എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 1 പത്രോസ് 2:15 വാക്യത്തെ നമുക്ക് ഇങ്ങനെ വായിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ നന്മ പ്രവർത്തിച്ചുകൊണ്ട് മൂഢരായ മനുഷ്യരുടെ അജ്ഞതയെയും നിശബ്ദമായി എതിർക്കാനായിട്ടാണ് അവിടെ പറയുന്നത്. അതായത് നന്മ പ്രവർത്തിച്ചുകൊണ്ട് എന്ന് പറയുമ്പോഴേക്കും കർത്താവിന്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ അവരെ എതിർക്കേണ്ടത്. അല്ലാതെ കർത്താവിനെതിരായിട്ട് എന്താ പറയുക, നമ്മളൊരു ക്രോധമായിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ദേഷ്യത്തോടെ ഒരു വ്യക്തിയോട് സംസാരിച്ചിട്ടല്ല ഒരിക്കലും നമ്മളുടെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത്. നമ്മൾ നന്മ പ്രവർത്തിച്ചുകൊണ്ട്, അതായത് കർത്താവിന്റെ പ്രവർത്തനം എന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് കാണിച്ചുകൊണ്ട് അങ്ങനെ വേണം നമ്മൾ ഓരോ പ്രവർത്തിനെ എതിർക്കാനായിട്ട്, നമ്മൾ ഓരോ പ്രവർത്തിനെ നേരിടാനായിട്ട്. നിശബ്ദമായിട്ട് നിങ്ങൾ നേരിടുവിൻ എന്നാണ് വചനം പറയുന്നത്. അതാണ് ദൈവഹിതം എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നിശബ്ദമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നന്മ പ്രവർത്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ നേരിടാനായിട്ട് കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.